ശാരീരികം, മാനസികം, ആത്മീയം എന്നിങ്ങനെ മൂന്നാണ് പ്രാണായാമത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഇതിൽ ശാരീരികമായും മാനസികമായും ലഭിക്കാവുന്ന പ്രയോജനത്തെ മുൻനിർത്തി അയത്നലളിതവും അതേസമയം ഫലപ്രദവുമായ ചില പ്രാണായാമ പദ്ധതികളാണ് ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൊതുവെ അറിഞ്ഞിരിക്കേണ്ടതായ അല്പം ചില കാര്യങ്ങൾ കൂടി ചുരുക്കി പറയേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു. മനുഷ്യൻ്റെ നിലനിൽപ്പിനും സുസ്ഥിതിക്കും ആധാരമായ രണ്ട് അദൃശ്യ ഘടകങ്ങളാണ് മനസ്സും പ്രാണനും. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അഭാവത്തിൽ മനുഷ്യൻ തന്നെ ഇല്ലാതാകുന്നു. ശരീരത്തിൽ പ്രാണൻ പ്രവേശിക്കുന്നതോടുകൂടി ജീവിതം ആരംഭിക്കുകയും ശരീരത്തിൽ നിന്നുള്ള അതിൻ്റെ തിരോധാനത്തിൽ ജീവിതം അവസാനിക്കുകയും ചെയ്യുന്നു. അദൃശ്യമായ ഈ പ്രാണൻ പ്രപഞ്ചത്തിൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. നാം കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും പ്രാണൻ അന്തർഭവിച്ചിരിക്കുന്നു. വായുവിലുള്ള പ്രാണൻ നാം സ്വീകരിക്കാതിരുന്നാൽ മരണം സംഭവിക്കുന്നു. ഭക്ഷണപ്രാണനും ജലപ്രാണനും കിട്ടിയില്ലെങ്കിലും കുറേ നാൾ ജീവിച്ചിരിക്കാവുന്നതാണ്. എന്നാൽ വായുവിലുള്ള പ്രാണൻ കിട്ടിയില്ലെങ്കിൽ ഒരു നിമിഷം പോലും ജീവിതമില്ല. ഈ പ്രാണൻ നമുക്ക് കിട്ടുന്നത് ശ്വാസത്തിൽ കൂടിയാണ്. സാധാരണയായി നാം ഒരു മിനിറ്റിൽ 15 പ്രാവശ്യം ശ്വസിക്കുകയും അതിലുള്ള ഓക്സിജനും പ്രാണനും എടുത്ത ശേഷം നിശ്വസിക്കുകയും ചെയ്യുന്നു. ശരീരത്തിൽ പ്രാണനുണ്ടെങ്കിലേ ഓക്സിജൻ കൊണ്ട് പ്രയോജനമുള്ളൂ. ഇത്രയേറെ പ്രാധാന്യമുള്ള ഈ പ്രാണൻ നമുക്ക് ചുറ്റും സമൃദ്ധിയായിട്ടുണ്ടെങ്കിലും ബോധപൂർവം അതിനുവേണ്ടി പ്രയത്നിക്കാറില്ല. സ്വാഭാവികമായി നാം അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന ശ്വാസോച്ഛ്വാസം കൊണ്ട് നാം തൃപ്തരാണ്. പ്രാണൻ എത്രത്തോളം കൂടുതൽ സമ്പാദിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ ശക്തിയും ചൈതന്യവും നമുക്ക് വർദ്ധിക്കുന്നു. വോൾട്ടേജ് കുറയുമ്പോൾ പ്രകാശം കുറയുകയും യന്ത്രങ്ങൾ പ്രവർത്തനരഹിതമായി തീരുകയും ചെയ്യുന്നു. അതേപ്രകാരം പ്രാണൻ്റെ അപര്യാപ്തതയാണ് ശരീരത്തിൻ്റെ ചൈതന്യവും ശക്തിയും കുറയ്ക്കുന്നത്. അതിൻ്റെ ലക്ഷണമാണ് രോഗം. പ്രാണൻ വിദ്യുച്ഛക്തി പോലെ ഒരു അദൃശ്യ വസ്തുവാണ്. അത് എത്ര വേണമെങ്കിലും സംഭരിച്ചു വയ്ക്കുന്നതിനുള്ള സംവിധാനം നമ്മിൽ തന്നെയുണ്ട്. ഈ പ്രാണൻ വേണ്ടിവന്നാൽ മറ്റൊരാൾക്ക് പ്രദാനം ചെയ്യാനും സാധിക്കും. പക്ഷേ അതിനു ചില സാങ്കേതിക പരിജ്ഞാനം ആവശ്യമാണ്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.